ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ്. പെഴ്സിമോൺ ഫ്രൂട്ട് അഥവാ കാക്കി ഫ്രൂട്ട്, ജാപ്പനീസ് ഫ്രൂട്ട്, ഗോഡ്സോൺ ഫ്രൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പഴം. ഈ പഴം നിങ്ങളിൽ പലർക്കും അറിവുള്ളതും കഴിച്ചിട്ടുള്ളതുമാകാം. പക്ഷേ എന്നെപ്പോലെ കഴിച്ചിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ടാകാം. ഈ ഫ്രൂട്ടിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും സ്വാദിനെക്കുറിച്ചും വായിച്ചറിവുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായപ്പോൾ ഒന്ന് വാങ്ങി പരീക്ഷിക്കണം എന്ന് തോന്നിയത്. ഇത് ഒരു വലിയ തക്കാളിയുടെ രൂപസാദൃശ്യമുള്ള ഫ്രൂട്ടാണ്. അതിൻ്റെ ഞെട്ട് തക്കാളിയേക്കാളും കുറച്ചുകൂടി വലുതാണ്. ഈ ഫ്രൂട്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ആശാസ്യകരമായ കാര്യമല്ല. അപ്പോൾ ഇതിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അത് മറയ്ക്കാനാണ് സ്റ്റിക്കർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും അതൊന്ന് മാറ്റി നോക്കാം. എൻ്റെ പശ ഒന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, അത് വിഷമാണല്ലോ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒന്ന് ചുരണ്ടിയിട്ട് ഞാൻ പിന്നെ കഴുകി എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഇഞ്ചക്ഷൻ്റെ പാടൊന്നും കാണാനില്ല. എന്തായാലും ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞെടുപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നല്ല ഓറഞ്ച് നിറത്തിലുള്ള ആപ്പിളിൻ്റെ ടെക്സ്ചറുള്ള ഒരു ഫ്രൂട്ടാണ്. കാഴ്ചയിൽ തക്കാളിയോട് സാമ്യമെങ്കിലും തക്കാളിയുമായി യാതൊരു ബന്ധവുമില്ല. ഇതാ നോക്കൂ, മുറിച്ചു. നല്ല സോളിഡ് ടെക്സ്ചറാണ്, നല്ല ഓറഞ്ച് കളർ. വാവ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ തൊലിയും ആപ്പിളിൻ്റേത് പോലെയാണ്. നമുക്ക് റിമൂവ് ചെയ്തും അല്ലാതെയും കഴിക്കാം. ആപ്പിൾ അങ്ങനെ കഴിക്കുമല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കറുപ്പ് ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് സ്ലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ സീഡ്സ് ഒന്നും കണ്ടില്ല. ഞാൻ ഒരു വീഡിയോ കണ്ടതിൽ അതിനുള്ളിൽ സീഡ്സ് കണ്ടിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയതിൽ ഒരു സീഡും ഉള്ളിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് അധികം പഴുത്തു പോയതല്ല, അതുകൊണ്ടാണ് നല്ല സോളിഡായിട്ടിരിക്കുന്നത്. സ്ലൈസ് ചെയ്യാം. എല്ലാ സ്ലൈസും നല്ല ഓറഞ്ച് കളറിൽ തന്നെ അതിമനോഹരമാണ് കാണാൻ. കണ്ടില്ലേ? നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, സൂപ്പർ! വളരെ ക്രഞ്ചിയും ക്രിസ്പിയുമായ അതീവ ഹൃദ്യമായ ഒരു മധുരമാണ് ഈ പഴത്തിനുള്ളത്. നമുക്ക് അമ്മയ്ക്ക് കൊടുത്ത് പരീക്ഷിക്കാം. അമ്മ അങ്ങനെ ഒരുവിധമുള്ള ഇതൊന്നും ഇഷ്ടപ്പെട്ട് നല്ലതെന്ന് പറയുന്ന ഒരാളല്ല. വല്ല ടേസ്റ്റൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെയാണ്. പ്രായമുള്ളതല്ലേ. അമ്മയ്ക്കൊന്ന് കൊടുക്കാം. അമ്മയൊന്ന് നോക്കട്ടെ. അമ്മയും ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അമ്മ പതുക്കെ അതൊക്കെ ആസ്വദിച്ച് നോക്കുവാണ്. വാവ്, സൂപ്പർ! 100% സർട്ടിഫൈഡ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഒന്നും നോക്കാം. അപ്പം നിങ്ങളും ധൈര്യമായിട്ട് ഇത് വാങ്ങി ഒന്ന് പരീക്ഷിച്ചോളൂ. കഴിച്ചിട്ടില്ലാത്തവർ. ഇത്രയും സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു മധുരമാണ്. ഹൃദ്യമായ ഒരു മധുരവും ടെക്സ്ചറുമാണ് ഇതിനുള്ളത്. പുളിപ്പോ ചവർപ്പോ ഒന്നും തന്നെയില്ല. വളരെ ഹൃദ്യമായ ഒരു സ്വാദ് തന്നെയാണ് ഈ പഴത്തിനുള്ളത്. ഈ പഴം വളരെ ഹെൽത്തിയാണെന്നും ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് എന്നാണ് വായിച്ചറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഇത് ഷുഗർ പേഷ്യൻസിനായാലും ഹാർട്ട് പേഷ്യൻസിനായാലും എല്ലാവർക്കും ഒന്നുപോലെ കഴിക്കാം. യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ഞാൻ വായിച്ചറിഞ്ഞ അറിവ് മാത്രമാണ്, ഞാൻ പറയുന്നതല്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികത എനിക്കില്ല. എനിക്കിപ്പോൾ അറിയാവുന്നത് അതിൻ്റെ ടെക്സ്ചറും ടേസ്റ്റുമാണ്. അത് സൂപ്പർ. അതാണ് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. എന്തുതന്നെ ആയാലും ഈ ദൈവത്തിൻ്റെ പഴം ഇതുവരെ രുചിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് രുചിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. താങ്ക് യു all for watching. Stay blessed. See you.